സീ സോൾട്ടിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ സീ സാൾട്ടിനെ കുറിച്ചും അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചും അതിൻ്റെ ബോണ്ടിങ് നേച്ചറെ കുറിച്ചും പറഞ്ഞു. പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബോണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബോണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ബാക്കി വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ കണ്ടതിന് ശേഷമേ ഈ വീഡിയോയിലേക്ക് വരാവുള്ളൂ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സി ബോണ്ടിനെ കുറിച്ചാണ്. സി ബോണ്ട് എന്ത് ചെയ്യുന്നില്ല, ഈ സീ സോൾട്ടിൽ അധികം ലെങ്തൺ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെറ്റൽ പ്ലാറ്റിനത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, ആ സബ്സ്റ്റുവൻസ് സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ സി ഡിസ്റ്റൻസ് എന്താണ്, ഒരുപാട് അങ്ങോട്ട് ലെങ്തൺ ചെയ്തിട്ടില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ബാക്ക് ഡൊണേഷൻ ഡിപ്പെൻഡ്സ് ഓൺ മെറ്റൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഓൺ എത്തിലീൻ ആൻഡ് അതർ ലിഗാൻഡ്സ് ഓൺ ദ മെറ്റൽ. ഈ മെറ്റലിൽ നിന്നുള്ള ബാക്ക് ഡൊണേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ എത്തിലീനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂവൻസിനെ ബേസ് ചെയ്തിരിക്കും ഇതിൻ്റെ ബാക്ക് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഒരു നല്ല ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇതിലേക്ക് ഈ സി ബോണ്ട് ഡബിൾ ബോണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിലേക്കുള്ള ബാക്ക് ഡൊണേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണല്ലോ, ഇലക്ട്രോൺ വിഡ്രോയിങ് ആയതുകൊണ്ട് ബാക്ക് ഡൊണേഷൻ കൂടുകയും ഈ സി ഡബിൾ ബോണ്ട് സി എന്ന് പറയുന്ന ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. മനസ്സിലായോ? അതോടൊപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള ഫ്ലൂറോ ഗ്രൂപ്പ് CF2 CH2ന് പകരം CF2 ആണെങ്കിൽ, അല്ലെങ്കിൽ CN ആണെങ്കിലും സയനോ ഗ്രൂപ്പ് ആണെങ്കിലും എന്താണ്, ഇതെന്താണ്, ഒരു പൈ ആക്സെപ്റ്റർ അല്ലെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ്. ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ സി ബോണ്ട് എന്ത് ചെയ്യും, വീക്കൺ ചെയ്യും മീൻസ് ഈ സി ബോണ്ട് എന്ത് ചെയ്യുന്നു, ലെങ്തൺ ചെയ്യുന്നു, ഇലോങ്ങേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ മെറ്റൽ ആൽക്കീൻ ബോണ്ട് എന്ത് ചെയ്യുന്നു, സ്ട്രെങ്തൺ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞത്. അപ്പോൾ സീ സോൾട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. സീ സോൾട്ട് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു, ദെൻ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ബോണ്ട് നേച്ചർ പറഞ്ഞു. ഇനി ബോണ്ട് നേച്ചർ തന്നെ CH2ൻ്റെ കൂടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള ഫ്ലൂറോ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സയനോ ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ ഈ സി ഡബിൾ ബോണ്ട് സി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് കൂടുകയും മെറ്റൽ ആൽക്കീൻ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുന്നു. പക്ഷേ സി ഡബിൾ ബോണ്ട് സി ബോണ്ട് എന്ത് ചെയ്യുന്നു, വീക്കൺ ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.